ഒരു ചെറിയ ഗ്രാമത്തിൽ ആദിത്യൻ എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവനോടൊപ്പം ഭാര്യയും ചെറിയ മകനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആദിത്യൻ ഒരു വലിയ യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അവന്റെ ഭാര്യ ചോദിച്ചു, "എത്ര ദൂരെയാണ് പോകുന്നത്?" ആദിത്യൻ പറഞ്ഞു, "ഈ യാത്ര എന്റെ കടമയാണ്. ഞാൻ കണ്ടെത്തേണ്ട ഒരു വലിയ രഹസ്യമുണ്ട്. അതു കണ്ടെത്താതെ ഞാൻ മടങ്ങില്ല." എന്നാൽ യാത്രയ്ക്ക് അവൻ ഒറ്റക്കായിരുന്നില്ല. ആദിത്യന്റെ കൂടെ അവന്റെ സന്തത സഹചാരിയായിരുന്ന, ചെറുപ്പം മുതൽ അവന്റെ കൂടെ കളിച്ചു വളർന്ന കേശു എന്ന ആനയുമുണ്ടായിരുന്നു. കേശു ആദിത്യന്റെ വിശ്വസ്ത കൂട്ടുകാരനു കൂടിയായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും അവർക്ക് പ്രതീക്ഷയോടെ യാത്രയയപ്പ് നൽകി. അവൻ കേശുവിനെയും കൂട്ടി കാട്ടിന്റെ ഇരുണ്ട കവാടത്തിലേക്ക് കടന്നു. നാട്ടിൽ വളർന്ന കേശുവിന് കാട് ഒരു പുതിയ അനുഭവമായിരുന്നു. വലിയ മരങ്ങൾ, വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങൾ എല്ലാം അവരെ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തുന്നു. ആദിത്യൻ മനസ്സിൽ വിചാരിച്ചു, ഈ യാത്ര വലിയ സാഹസികതയാണ്. ഒരുപാട് കാഴ്ചകളും അപകടങ്ങളിൽ നിറഞ്ഞതാണ്. എങ്കിലും എനിക്ക് എൻ്റെ ലക്ഷ്യം വലുതാണ്. എനിക്ക് മുന്നോട്ടു പോവേണ്ടിയിരിക്കുന്നു. കേശുവും പലവിധ ചിന്തകളിലൂടെ മുന്നോട്ടു നടന്നു. കാട് ഇരുണ്ടു തുടങ്ങി. സൂര്യന്റെ അവസാന കിരണങ്ങളും മാഞ്ഞുപോയി. ആദിത്യനും കേശുവും ഒരു വലിയ വൃക്ഷത്തിന്റെ കീഴിൽ അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഇരുട്ടിൽ കാട്ടിന്റെ ശബ്ദങ്ങൾ കൂടി വന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു വലിയ ഗർജന കേട്ടു. ആദിത്യൻ പെട്ടെന്ന് എഴുന്നേറ്റു. കേശു തല ഉയർത്തി ശബ്ദത്തിന്റെ ദിശയിലേക്ക് നോക്കി. മറുവശത്ത് പാറകൾക്കിടയിൽ നിന്ന് ഒരു പുലി ചാടിയിറങ്ങി. അത് നേരെ ആദിത്യന്റെ മുന്നിലേക്ക് കുതിച്ചു. ആ നിമിഷം ആദിത്യൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന മരക്കോൽ ശക്തിയായി വീശി. പക്ഷേ പുലി ആദിത്യനെ ലക്ഷ്യമാക്കി കൂടുതൽ മുന്നോട്ടു അടുക്കുവാൻ തുടങ്ങി. കേശു പെട്ടെന്ന് ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. അതൊരു വലിയ ഇടിമുഴക്കം പോലെ കേട്ടു. ആ ശബ്ദം കാട് മുഴുവൻ നിറഞ്ഞു. പുലി പേടിച്ച് നിമിഷനേരം കൊണ്ട് കാട്ടിനുള്ളിലേക്ക് ഓടി മറഞ്ഞു. ആദിത്യൻ ആകെ ഭയന്നു പോയിരുന്നു. കേശു തല താഴ്ത്തി അവനെ നോക്കി. ആ വലിയ കണ്ണുകളിൽ സ്നേഹവും സംരക്ഷണവും ഉണ്ടായിരുന്നു. "നിനക്കൊന്നും സംഭവിക്കില്ല" എന്നതുപോലെ. ആ രാത്രിയിൽ ആദിത്യൻ കേശുവിന്റെ തുമ്പിക്കൈയിൽ തലവെച്ചു സുഖമായി കിടന്നു. എന്നാൽ രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ദൂരെയായി മലയുടെ പിന്നിൽ നിന്നൊരു വിചിത്ര പ്രകാശം തെളിഞ്ഞു. അതിന്റെ ദിശയിൽ നോക്കി ആദിത്യൻ ചിന്തിച്ചു, ഇതായിരിക്കും അച്ഛൻ പറഞ്ഞ ആ രഹസ്യം. ഗ്രാമത്തലവനായ അച്ഛന്റെ വാക്കുകൾ അവൻ ഓർത്തു. "ആദിത്യ, കാടിന്റെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കാളരവൻ ഗുഹ എന്ന സ്ഥലത്ത് ഒരു രഹസ്യം ഉറങ്ങിക്കിടക്കുന്നു. അതിൽ ഒളിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ ഭാവി തന്നെയാണ്. അത് കണ്ടെത്താൻ കഴിയാത്ത പക്ഷം 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഗ്രാമത്തിൽ ഒരു കൊടിയ ദുരന്തം സംഭവിക്കും. ആ ദുരന്തം ഗ്രാമത്തെ വരൾച്ചയിലേക്ക് നയിക്കും. ജീവവായു പോലും കിട്ടാതെ മനുഷ്യർ ചത്തൊടുങ്ങും. ഗ്രാമത്തിന്റെയും ഗ്രാമവാസികളുടെയുമേൽ വീണ ഒരു മുനിയുടെ ശാപവാക്കുകളാണത്. അതിൽ നിന്നുള്ള മോചനമാണ് ആ ഗുഹയിലെ രഹസ്യം." അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കാൻ വരൾച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്ന തന്റെ ഗ്രാമം കാണേണ്ടി വന്നു ആദിത്യന്. ചിന്തകൾക്കൊടുവിൽ ആദിത്യനും കേശുവും പ്രകാശം കണ്ട ദിശ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു.